അച്ഛൻ മതി. അത് മതി, അതൊക്കെ വേണ്ട മതി. അമ്മല്ലേ നാളികേരം കൊണ്ടുവന്ന് ഞാൻ പൽക്കുട്ടി അല്ല പുല്ലരിയാൻ പോയില്ലേ? ആ സുരേടെ കാത്തുന്നില്ല അമ്മ എവിടെ അമ്മ എവിടെ പുല്ലരിയാൻ പോയി. പുല്ലരിയാൻ ഇറങ്ങിയപ്പോഴാണ് അച്ഛൻ താത്ത വിളിച്ചിരുന്നത്. പശുക്കുട്ടി കെട്ടെഴുതിയിരുന്നു. പിന്നെ നിങ്ങൾ തന്നെയാണോ ആ ചുവന്ന കുട്ടി ചോദിച്ചപ്പോ അതേയായിരുന്നു. അതേയായിരുന്നു. പോയപ്പോ അച്ഛനെ കണ്ടപ്പോ അച്ഛന്റെ പിന്നാലെ പോകും. കുട്ടാണി എടുത്തപ്പോ പോകും. വിളിച്ചപ്പോഴത്തേക്കും പോന്നു. കുട്ടാണി എടുത്തപ്പോ പോകുന്നു. അതില് എന്നിട്ട് എവിടെ എത്തിയെന്ന് വൈക്കുട്ടി? പശുക്കുട്ടി ഓരോ വിട്ടത്തെ തന്നെ തിന്നിരുന്നു. ആ അതിനവിടെ കുറച്ച് അപ്പ പോലെ ഉണ്ടായിരുന്നു. ആ പെക്കളൊന്നും കിട്ടാറുണ്ട്. അപ്പൊ അവിടെ കിട്ടി. വിളിച്ചാ കൂടെ പോരിനോട് തിരക്കടില്ല. ഉണ്ട്. ഓൻ വിളിച്ചാ പോരും. അല്ല ഞാൻ അച്ഛനോട് പറഞ്ഞു പിന്നെ ഞങ്ങൾ കൊണ്ടുപോകും. അങ്ങനെ തന്നെയാണ് ഓൻ പോരും. കാരണം ഓൻ എന്തെങ്കിലും തിന്നാൻ കിട്ടിയാണൊപ്പം പോരും എന്ന് പറഞ്ഞു ഞാൻ. എന്നെ അത്ത കണ്ടപ്പോ എന്റെ അടുത്ത് വന്ന് എന്റെ കയ്യൊക്കെ നക്കി. ആ എന്റെ കൈ നക്കിയപ്പോ ഞാൻ പറഞ്ഞു പിന്നെ അടുക്കളയിൽ വന്ന് ഞാൻ പണ്ട് പഴയ കുട്ടി കൊടുത്തില്ലേ? ആ അങ്ങനെ പഴം അമ്മ തിന്നു, തോല് ഓരോ എടുത്തുന്ന്. അതെ, ഞങ്ങക്ക് സ്നേഹ കൂടുതലുകൊണ്ട് ചെയ്ത പറഞ്ഞേ. ഇനിയിപ്പൊ ഞങ്ങക്ക് ചക്കപ്പായസം നാളികേരം ഇടുന്ന കിട്ടുക. ചക്കപ്പായസം നാളികേരം എന്നാ മതി. മുന്നേ അതെ, അമ്മായിമ്മ മരോട് സ്നേഹത്തോടെ പറയുമ്പോ അമ്മായിമ്മ എനിക്ക് എന്തും ചെയ്യാൻ പറ്റുമോ? അതെ. മുഴുവനാണ് മുഴുവൻ അങ്ങനെയാണ് പശുക്കുട്ടീന്റെ നിങ്ങളെ നാളികേരം കൊണ്ടാക്കിയതിന്റെ കഥ ഉണ്ടായിരുന്ന പറഞ്ഞത്. അത് മുരുകുട്ടീനെ അച്ഛനാണ്ടോന്നത്. അതിനതല്ല, പശുവിനെ പുല്ലരിയാൻ പോയ ആളാണ് അച്ഛൻ. അച്ഛന്റെ അടുത്ത് പോയിട്ടാണ് ഞാൻ പശുക്കുട്ടീനെ കൊണ്ടാൻ പറഞ്ഞത്. അപ്പൊ ആ പുല്ലരിയുടെ പണി കിട്ടിയപ്പോ അപ്പൊ നിങ്ങള് പുല്ലരിയാൻ പോയി. അപ്പൊ പുല്ലരിയാൻ പോയി. അതിലാണ് രതീഷ് വന്നത്. രതീഷിന്റെ ഒപ്പം പുതിയ വീടിന്റെ അടുത്ത് പോയി അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചു. രതീഷേട്ടന്റെ കൂടെ നിങ്ങള് പോയോ? രതീഷേട്ടന്റെ വിളി മാത്രമേ ഇവിടെ കേട്ടുള്ളൂ. മനസ്സ് കുളിർത്തു. കാരണം നമ്മളെ ചിത്രക്കാരെ കട്ട് ചെയ്യാറ്. ഞങ്ങളെ വീട് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾ ഒരു ദിവസം വീട് പണിക്ക് കാണിക്കാൻ കൊണ്ടുപോകണം. സത്യത്തിൽ ഏട്ടമ്മ നിങ്ങള് അവിയലിന് അരിയാണോ അത് തിന്നാണോ? ക്യാറ്റ് മുഴുവൻ നിങ്ങളെ വായക്കാ പോണത്. അപ്പഴാണ് അച്ഛൻ പറഞ്ഞ എന്നെ ഞാൻ കൊറേ വിളിച്ചു പറഞ്ഞു. അപ്പൊ എങ്ങനെയാ പോരുക? ഞാൻ പുല്ലരി ഞാൻ രതീഷിന്റെ അടുത്തല്ലേ. അപ്പൊ അച്ഛൻ പറഞ്ഞ പുല്ലരിയാണല്ലേ പോയത് ചോദിക്കില്ല അച്ഛനോട്. ഏതായാലും ഞാൻ പുല്ലൊക്കെ അവിടെ അരിഞ്ഞ ചെയ്ത് പുല്ല് കൊണ്ടുപോയാ മതി. അച്ഛൻ പറഞ്ഞു തണ്ട അരിഞ്ഞ് കളയണം. തണ്ട അരിഞ്ഞ് കളയാനാ പുല്ലുണ്ടാവൂല. അതുകൊണ്ട് ഞാൻ